മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. സ്റ്റേഷനുപുറത്ത് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഇതുപോലെ എൻഎസിനെ വീട്ടിൽക്കാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. വെയിലബിൾ ഒഫൻസ് ആണ്. ഇത്രയും നേരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും KPC ഭാരവാഹികളും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഇരുന്നിട്ട് അതൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. ഒടുവിൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റേത് കിരാത നടപടിയാണെന്നും ഇതേ ചിത്രം പങ്കുവെച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ നടപടിയില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കേരളത്തിലെ പോലീസ് AKG സെന്ററിന്റെ അജണ്ട നടപ്പാക്കുകയാണ്. സ്വർണ്ണക്കൊള്ളക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തതുകൊണ്ടാണ് എനിക്കെതിരെ കേസ്. അതേ പടം ഷെയർ ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല, അറസ്റ്റില്ല. എന്നെ രാവിലെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് CIക്ക് നിർദ്ദേശമാണ്. ഇടയ്ക്കിടയ്ക്ക് CIക്ക് നിർദ്ദേശം. ആദ്യം എന്നോട് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്നാണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ആദ്യം എന്നോട് പറഞ്ഞത് പോലീസിന് സ്റ്റേറ്റ്മെന്റ് വേണമെന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് പോലീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉന്നതനായ ആരോ CIക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, കസ്റ്റഡിയിലെടുക്കണം. അതേ ഉടനെ പറഞ്ഞു സ്റ്റേഷനിലേക്ക് പോകണം, എന്റെ സ്വന്തം വണ്ടിയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറായി ഇറങ്ങിയപ്പം സ്വന്തം വണ്ടിയിലല്ല, പോലീസ് കസ്റ്റഡിയിൽ. എനിക്ക് രാവിലെയുള്ള BP ഗുളിക പോലും കഴിക്കാൻ കഴിഞ്ഞില്ല, പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞില്ല, പ്രാതൽ കഴിക്കാൻ കഴിഞ്ഞില്ല. പോലീസിന്റെ ഹറാസ്മെന്റാണ് ഇത്. കേരളത്തിലെ AKG സെന്ററിന്റെ നിർദ്ദേശപ്രകാരമാണ്. എന്ത് നടന്നാലും സ്വർണ്ണക്കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് നടത്തുമ്പോൾ അതിന്റെ മുന്നണി പോരാളിയായി ഞങ്ങളുണ്ടാകും. ഇത് രാഷ്ട്രീയ പണി എന്ന് പറയാൻ പോരാ, ജനാധിപത്യ സർക്കാരിന് യോജിക്കാത്തൊരു പണി. മാത്രമല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചോ എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം ശ്രീ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തു. ആ കേസെടുത്ത നടപടിയെ തെറ്റ്. കാരണം ഈ സുബ്രഹ്മണ്യൻ FBയിൽ പോസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ സംഭവം മിനിഞ്ഞാന്നാണ്. ഇതേ സാധനം നവംബർ മാസം 29 രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ ചെറുവിരനക്കാത്ത പോലീസാണ് ഞങ്ങളുടെ രാഷ്ട്രീയ സമിതികൾ സുബ്രഹ്മണ്യൻ കേസെടുത്തത്. എല്ലാം ബെയിലബിൾ ഒഫൻസാണ്. ബെയിലബിൾ ഒഫൻസായി ചാർജ് ചെയ്തൊരു കേസിൽ വീട് വളഞ്ഞിട്ടുള്ള ഈ അകാരണമായ അറസ്റ്റ് കേരളത്തിലെ നീതി നിർവഹണ നടപടി ചരിത്രത്തിൽ ആദ്യമാണ്. ഈ കാര്യത്തിന് പോലീസ് കനത്ത വില നൽകേണ്ടി വരും. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, CPMന്റെയും കേരളത്തിലെ പോലീസിന്റെയും അവസാനത്തെ കളിയാണിത്. ഇത് തീക്കളിയാണ്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും കോൺഗ്രസ് നേരിടും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കേസിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ കലാപാഹ്വാനം നടത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ്
എൻ സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസിന്റെ ഈ നടപടി. ഇതിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന എന്നതാണ് കോൺഗ്രസിന്റെ തിരിച്ചുള്ള ആരോപണം. രാജീവ് ചന്ദ്രശേഖർ സമാനമായ രീതിയിലുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇപ്പോൾ കോൺഗ്രസ് നേതാവിനെ മാത്രം കുടുക്കുന്നു, ഇതാണ് ആക്ഷേപം. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തുകയാണ് അറസ്റ്റിനെതിരെ എന്നതാണ് സാഹചര്യം. പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളെ കാണാം. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർത്തുന്നത്. എൻ സുബ്രഹ്മണ്യൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംഭവം. ഈ നീക്കങ്ങളുടെ ചുരുക്കം ഇങ്ങനെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം എൻ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു. സമാനമായ ചില നിലപാടുകൾ അടൂർ പ്രകാശ് അടക്കമുള്ളവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ മുഖ്യമന്ത്രിയുമായി ഒത്തുകളിയുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നതിനാണ് കോൺഗ്രസ് ഈ പോസ്റ്റ് ഉപയോഗപ്പെടുത്തിയത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീട് ചില വീഡിയോകൾ പുറത്തുവിടുകയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് ഇങ്ങനെയാണ്. പ്രധാനപ്പെട്ട സ്വർണ്ണ വ്യാപാരിയായ ഭീമ ഗോവിന്ദൻ, അദ്ദേഹം ശബരിമലയ്ക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ്. ആ ഫ്ലാഗ് ഓഫ് ചടങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് താഴെ വെച്ച് നടക്കുന്ന ഫ്ലാഗ് ഓഫ് ചടങ്ങിലാണ് ഈ സംഭവം. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് അത് ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്. നേരത്തെ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രധാനപ്പെട്ട ചെണ്ട വാദ്യ കലാകാരനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് മുഖ്യമന്ത്രി അവിടെ പങ്കെടുത്തത് എന്ന വിശദീകരണമൊക്കെ നേരത്തെ വന്നിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിനപ്പുറം ഈ ഫോട്ടോ ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രവുമില്ല. ഈ ചിത്രം വ്യാജമായി ഉണ്ടാക്കിയതാണ്. AI ഉപയോഗിച്ചുകൊണ്ട് അത്തരമൊരു ഫോട്ടോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്നതാണ് എൻ സുബ്രഹ്മണ്യനെതിരായ കുറ്റം. അത് കോൺഗ്രസ് നേതാക്കൾ, സമാന നേതാക്കളൊക്കെ ഈ ആരോപണം നേരിടുന്നുണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള ഈ കേസിന് ഒടുവിലാണിപ്പോൾ ചേവായൂർ പോലീസ് സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ബാക്കി നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. രാവിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. പിന്നീട് വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എൻ സുബ്രഹ്മണ്യൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളുള്ളത്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നത്. പോലീസിൻ്റെ ഒത്തുകളിയാണ്. AKG സെന്ററിൽ നിന്നുള്ള രാഷ്ട്രീയ ആഹ്വാനപ്രകാരമാണ് പോലീസിൻ്റെ നടപടി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമാനമായ പോസ്റ്റ് പങ്കുവച്ചിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ബദൽ നീക്കമുണ്ടാവുന്നത്. ഈ കേസിൽ ആർക്കാണ് പിഴച്ചത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിൽ ജാമ്യമില്ലാ വകുപ്പുകളില്ല, ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഒരുപക്ഷെ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം. എന്തായാലും എൻ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. AI ഫോട്ടോ വ്യാജമായി ഉണ്ടാക്കി എന്നതാണ് ആക്ഷേപം. AI ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തി എന്നതാണ് ആക്ഷേപം. അതാണിപ്പോൾ നടപടി. പോലീസ് സ്റ്റേഷന് മുന്നിലെ ആ പ്രതിഷേധത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം.
വലിയ പ്രതിഷേധമാണ് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. അവിടെ എൻ സുബ്രഹ്മണ്യന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നടപടി. പോലീസ് കർശന നിലപാടുകളുമായി മുന്നോട്ടാണ്. അവിടെ മുഖ്യമന്ത്രിക്കെതിരെ AI ചിത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തി, കലാപാഹ്വാനം നടത്തി, ഇതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസിന്റെ നീക്കം. അങ്ങനെയെങ്കിൽ കൂടുതൽ കോൺഗ്രസ്സുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.